everyone, welcome back to Entrefin Academy. How to start your trading journey എന്ന് പറയുന്ന സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ആ വീഡിയോസ് കാണുക. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആപ്സിനെ പറ്റിയിട്ട്. നമ്മുടെ ട്രേഡിംഗ് സ്മൂത്ത് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെയാണ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ ബേസിക്കലി നമ്മൾ യൂസ് ആക്കുന്നത് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ ബ്രോക്കറിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചാർട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് പ്രൈസ് പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു അനാലിസിസിനെ പറയുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന്. അപ്പം എന്താണ് ടെക്നിക്കൽ അനാലിസിസ്, ഓൾസോ എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബേസിക്സ് ഓഫ് കാൻഡൽസ്റ്റിക്സ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, ജസ്റ്റ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഇൻ ദാറ്റ് കേസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ യൂഷ്വലി ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് കാൻഡൽസ്റ്റിക് ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഐ ബട്ടണിൽ കൊടുത്ത ആ വീഡിയോയിൽ നമ്മൾ കാൻഡൽസിൻ്റെ ബേസിക് എന്താണ് പഠിച്ചിട്ടുണ്ടായി. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാൻഡൽസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാൻഡൽസ് പഠിക്കാം. കാൻഡൽസ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ട്രേഡ് കൺഫർമേഷൻ എടുക്കാനായിട്ടാണ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആക്റ്റീവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെയാണ് ക്യാൻഡിൽ കൺഫർമേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ വ്യൂ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. സോ ബൈയിങ് കൺഫർമേഷൻ തരുന്ന കുറച്ച് ബുള്ളിഷ് കാൻഡൽസ്റ്റിക്സ് പാറ്റേൺ നമുക്ക് നോക്കിയാലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് വരാം. സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ബുള്ളിഷ് മർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബുള്ളിഷ് മർബോസോ ക്യാൻഡിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിൽ എന്തില്ല, വിക്സ് ഇല്ല. അപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ പ്രൈസിലാണോ ആ ക്യാൻഡിൽ ഓപ്പൺ ആയത് ആ ഒരു ക്യാൻഡിൽ ആ ഒരു ഉദ്ദേശിച്ച പ്രൈസിൽ തന്നെ എന്തായി ക്ലോസ് ആയി. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, നല്ല സ്ട്രോങ് ബയ്യേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിലിൽ ഉണ്ട് എന്നാണ് അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് എന്ത്, ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എൻഗൾഫിൻ്റെ മീനിങ് തന്നെ എന്താണ്, വിഴുങ്ങുക, അതായത് ഫുള്ളായിട്ട് വിഴുങ്ങുക. അപ്പം ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്ച്വലി ഡൗൺ ട്രെൻഡിലായിരുന്നു. അപ്പോൾ ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു സ്ട്രോങ് ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫുള്ളായിട്ട് ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ വന്ന് എൻഗൾഫ് ആക്കി, അതായത് ഒരു നല്ല സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ വന്ന് എൻഗൾഫ് ആക്കി. അങ്ങനെ എൻഗൾഫ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകാൻ സാധ്യത, മാർക്കറ്റ് പിന്നെ അപ്സൈഡിലോട്ട് പോകാനാണ് സാധ്യത. സോ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നല്ലൊരു സ്ട്രോങ് ഒരു കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. അപ്പോൾ ബേസിക്കലി ഡോജി കാൻഡൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഇൻഡെസിഷൻ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ ഡോജി കാൻഡൽസ്റ്റിക് പാറ്റേണിൻ്റെ ഫോർമേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വരെ ഡൗൺ സൈഡ് വരെ പോയി. അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല രീതിക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ട് ആ ഓപ്പൺ ചെയ്ത പ്രൈസിൽ തന്നെ ക്ലോസ് ആക്കി. സ്റ്റിൽ അവിടെ ഇൻഡെസിഷൻ ഉണ്ട്. ബട്ട് മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഏതാണോ ഫോം ആവുന്നത് ആ ക്യാൻഡിൽ നമുക്ക് എന്തെടുക്കാം, ഡെസിഷൻ എടുക്കാൻ പറ്റും. സോ അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ നമ്മൾ ഡെസിഷൻ എടുക്കുന്നു. അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കളർ ക്യാൻഡിലാണ് ഫോം ആവുന്നതെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്നും അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. അടുത്ത ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ബുള്ളിഷ് പിൻ ബാർ. ലൈക്ക് നെയിം തന്നെ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ബുള്ളിഷ് പിൻ ബാർ. ഇതൊരു അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫോർമേഷനാണ്, ഒരു കൈൻഡ് ഓഫ് ഒരു ഹാമർ ക്യാൻഡിൽ ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് എന്ത് തന്നെയാണ്, മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് പിയേഴ്സിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പിയേഴ്സിംഗ് പാറ്റേണിൻ്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഡൗൺ ട്രെൻഡ് അവസാനം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെഡ് കളർ ക്യാൻഡലിൻ്റെ ഹാഫിനെക്കാട്ടും മുകളിലാണ് നമ്മുടെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡലിൻ്റെ മോർ ദൻ ഹാഫിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഗ്രീൻ കളർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് വരുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ ഈ ഒരു കാൻഡൽസ്റ്റിക് പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ നിന്നും അപ്സൈഡിലേക്ക് പോകാനാണ് ചാൻസസ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം മാർക്കറ്റ് ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡെസിഷൻ ക്യാൻഡിലാണ്. ഈ ഇൻഡെസിഷൻ ക്യാൻഡിലിന് ശേഷം ഒരു ഡെസിഷൻ എടുക്കുന്ന ഒരു ഹെൽത്തി ഗ്രീൻ കളർ ക്യാൻഡിൽ അവിടെ ഫോം ആയി കഴിഞ്ഞാൽ അത് ഫോം ആവുന്നത് എങ്ങനെയാണ്, പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ആ റെഡ് കളർ ക്യാൻഡിലിൻ്റെ ഹാഫിൻ്റെ
ചാർട്ട് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നെക്സ്റ്റ് വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ആ ഒരു പാറ്റേൺ ഫോർമേഷനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, അവിടെ നിന്നും പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു മോർണിംഗ് ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഇതിന് ശേഷം മാർക്കറ്റ് എന്തായാലും അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് എന്നും പറയുന്നത് വളരെയധികം കൂടുതലാണ്. സോ ഇതെല്ലാമായിരുന്നു ബുള്ളിഷ് കൺഫർമേഷൻ തരുന്ന കുറച്ച് അത്യാവശ്യം നല്ല ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് കൺഫർമേഷൻ, അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കൺഫർമേഷൻ തരുന്ന കുറച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കിയാലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് വരാം. അപ്പം ആദ്യത്തെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ബിയറിഷ് മർബോസോ എന്ന് പറയുന്നത്. ബിയറിഷ് മർബോസോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡലിൽ എന്തില്ല, വിക്സ് ഇല്ല. സോ മാർക്കറ്റ് ഉദ്ദേശിച്ച പ്രൈസിൽ നിന്നും നല്ല സ്ട്രോങ് ആയിട്ടാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തത്. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം വിക്സ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ബിയറിഷ് മർബോസോ. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, നല്ല സ്ട്രോങ് സെല്ലേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് ബിയറിഷ് എൻഗൾഫിംഗ്. സോ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരുന്നു. അപ് ട്രെൻഡിന്റെ അവസാനം ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ഫുൾ ആയിട്ട് വന്ന് എൻഗൾഫ് ചെയ്തു. എന്താണ് എൻഗൾഫ് ചെയ്തത്, ഒരു സ്ട്രോങ് ഒരു റെഡ് കളർ ക്യാൻഡിൽ, അതായത് ഒരു സെല്ലിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാൻസസ് എന്താണ്, മാർക്കറ്റ് അവിടെ നിന്നും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് ചാൻസസ് കൂടുതലുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്. സോ ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പം ഈ പറഞ്ഞ ഗ്രേവ് സ്റ്റോൺ ഡോജിക്ക് ശേഷം ഒരു ഹെൽത്തി റെഡ് കളർ ക്യാൻഡിലിന്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും മാർക്കറ്റ് പിന്നെ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് പിൻ ബാർ ക്യാൻഡിൽ. ഇതും ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ഫോർമേഷൻ ക്യാൻഡിൽ ടൈപ്പ് പോലെയാണ്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ലൈക്ക് എവിടെയാണ് ഓപ്പണിംഗ് എവിടെയാണ് ക്ലോസിംഗ് എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഡാർക്ക് ക്ലൗഡ് കവർ. പേര് കേട്ടിട്ട് വലിയ ടെൻഷനൊന്നും ആവണ്ട, നമ്മുടെ പിയേഴ്സിംഗ് പാറ്റേണിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായിരുന്നു. അപ് ട്രെൻഡിന് ശേഷം ഒരു ഹെൽത്തി ഗ്രീൻ കളർ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം നല്ല സ്ട്രോങ് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഫോമായി. അപ്പം അങ്ങനെ സെല്ലിംഗ് ക്യാൻഡിൽ ഫോം ആയ വശം പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ കളർ ക്യാൻഡിൽ മോർ ദാൻ ഹാഫ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ് കളർ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റിൽ സെല്ലേഴ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഇൻക്രീസ് ആയ വശം മാർക്കറ്റ് അവിടെ നിന്നും ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് ഈവനിങ് സ്റ്റാർ. നമ്മൾ മോർണിംഗ് സ്റ്റാർ പഠിച്ചില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു അപ് ട്രെൻഡിന്റെ അവസാനം ഈ 3 ക്യാൻഡിൽ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്നും ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇപ്പം ഇവിടെ പഠിച്ച എല്ലാ കാൻഡിൽസ്റ്റിക് പാറ്റേണും അതാത് പ്ലേസിൽ, അതായത് നല്ല സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൻഡിൽസ്റ്റിക് വർക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അധികം കൂടുതലാണ്. ഓക്കെ, സോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ എൻട്രി പോയിന്റിൽ ഈ പറയുന്ന ക്യാൻഡിൽസ് ഏത് രീതിക്ക് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക, ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക, അതിനുശേഷം ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക. സോ ഇതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്. നല്ലപോലെ അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റ് ക്യാൻഡിൽ കൺഫർമേഷൻ ബേസ്ഡ് അപ്പോൺ യോർ ട്രേഡ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റബിൾ ട്രേഡ്സ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കുറേ കാര്യം സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ടിൽ ദെൻ ഹാപ്പി ട്രേഡിംഗ്.